ഇന്ന് നമ്മുടെ അല്ലാണ്ട് അവിടെ നിന്ന് വലിയൊരു കൊള്ളി കിട്ടി. കൊള്ളി എന്ന് പറഞ്ഞാൽ കപ്പ. അത് നമ്മൾ ഇപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ പോണത് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ 10-35 വയസ്സിനൊക്കെ മീതിലുള്ളവർക്കറിയാം, ചുക്കുണ്ടാന്ന് പറഞ്ഞൊരു സാധനം കേരളത്തിലുണ്ടായിരുന്നു. അത് സാധനം കൊള്ളിപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കാം. നമുക്കത് കൊള്ളി ചെത്തി നല്ല വെയിലത്തിട്ട് ഒരു 5-6 ദിവസം ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ മിക്സിയിലടിച്ച് പൊടിക്കാം, അല്ലെങ്കിൽ നമുക്ക് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ശുദ്ധമായ കൊള്ളിപ്പൊടി കിട്ടും. കണ്ട, ആ കൊള്ളിപ്പൊടിയാണ് ഇത്. ഇനി ഇതുകൊണ്ട് നമ്മൾ ചുക്കുണ്ടി ഉണ്ടാക്കുകയാണ്. ചുക്കുണ്ടി ഉണ്ടാക്കാൻ ഒരു ചീഞ്ചട്ടി എടുത്തായിരിക്കും കൊള്ളിപ്പൊടി ഇടണം. നമുക്ക് എത്ര ടീസ്പൂൺ വേണമെങ്കിലും കൊള്ളിപ്പൊടി ഇടാം. എന്നിട്ട് കുറച്ച് മുളക് പൊടി, പിന്നെ ചുക്ക് പൊടി, കുറച്ച് ഉപ്പ് പാകത്തിനിടാം. എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് ചെയ്യാൻ പോകുന്നത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇങ്ങനെ കലക്കുക. ഇപ്പോൾ അടപ്പത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇതിൽ വെള്ളത്തിൽ കൂടിപ്പോയോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ നന്നായി ഇന്ന് ഇളക്കി ചേർത്തിട്ട് നമ്മൾ അടുപ്പത്ത് വയ്ക്കുക. ഞാൻ സാധാരണ വിറകടുപ്പിലാണ് വെക്കുന്നത്. നമുക്ക് സാധാരണ മറ്റടുപ്പിൽ വെച്ചാലും മതി, ഏത് ഗ്യാസ് സ്റ്റവിൽ വെച്ചാലും മതി. എന്നിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതൊരു പശ പോലെയാവും, മറ്റേ വാൾ പോസ്റ്റൊക്കെ ഒട്ടിക്കുന്ന പോലത്തെ ഒരു പശ പോലെയാവും. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തിട്ട് അതൊരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ഇടാം. പ്ലേറ്റ് എന്തോ ഒരു പാത്രത്തിലേക്ക് ഇടുക, കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് ഇടുക. അപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അരിക്ക് കൊള്ളിപ്പൊടിയാണ് ചേർക്കുക. വെള്ളം എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാൻ പാടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോത്തിയോ പൊട്ടി തെറിക്കും. ഇത് കണ്ട, കുഴച്ച് ഈ പരുവാക്കി എടുക്കുക. കൊള്ളിപ്പൊടിയാണ് ഇതിൽ ആവശ്യത്തിന് ചേർത്ത് ഇങ്ങനെ ആക്കിയെടുക്കേണ്ടത്. എന്നിട്ട് ഇതിങ്ങനെ നീളത്തിൽ അങ്ങോട്ട് നമ്മൾ കൈ കൊണ്ട് പരത്തി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുക. ചെറുതായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഇത് ഇങ്ങനെ ഉരുളകളാക്കുക, കുഞ്ഞു ഉരുളകളാക്കുക. അതാണ് ഒരു പണി. അതിങ്ങനെ ഉരുളകളാക്കിയിട്ട് ഇതാണ് അതിൻ്റെ പരുവം. അത് ആ പ്ലേറ്റിൽ കിടന്ന് ഓടണം. അതാണ് എൻ്റെ പരുവം. എന്നിട്ട് നമ്മളൊരു ചീഞ്ചട്ടി അടുത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിക്കിട്ടിട്ട് നമ്മളത് പകുതി വറവ് ആക്കിയെടുക്കുക. ഏകദേശം പകുതി വറവ്. എന്നിട്ട് അത് കോരിയെടുക്കുക. കോരിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് തണുക്കാൻ വയ്ക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അരിക്ക് വീണ്ടും ഇടുക. എന്നിട്ട് നല്ല പോലെ മൊരിച്ച് വറക്കുക. കണ്ട, നല്ല പോലെ മൊരിച്ച് വറക്കുക. എന്നിട്ട് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇത് വെളിച്ചെണ്ണ അധികം കുടിക്കുന്നില്ലേ. കണ്ട, ആ ഒഴിച്ച വെളിച്ചെണ്ണൻ്റെ അതിലുണ്ട്. ഞാൻ മുന്നത്തെ ഫസ്റ്റ് കാണിച്ചതിൽ വെളിച്ചെണ്ണ ഒരു വിധം കുടിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അധികം ചൂടാവുന്നതിന് മുമ്പ് ഒഴിച്ച കാരണം കേട്ടോ. കണ്ട, ഇത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ബിസിനസ് വേണമെങ്കിൽ ആരംഭിക്കാൻ പറ്റും. 50,000 പാക്കറ്റൊക്കെ ആയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ഇവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കാം. ഭയങ്കര കച്ചവടം കിട്ടും.